ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറക്കാതെ ചെയ്യണേ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3-4 ദിവസം മുന്നെയാണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, അതാണ്. അപ്പോൾ അന്ന് മഴ തുടങ്ങണേ ഉള്ളൂ. ഇനി വലിയ മഴയൊന്നുമില്ല. ഇനി ഇപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയം, വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. മഴേൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയണില്ല. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയിക്കാരല്ലേ. നമ്മളവിടെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ഈ മലഞ്ചെരുവ് പ്രദേശമായതുകൊണ്ടേ ഭയങ്കര പേടിയാണ് മഴ പെയ്യുമ്പോൾ. എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റൂലല്ലോ. മഴ കൂടിയാലും നമുക്ക് രാത്രി ആയാൽ ഉള്ളിലൊരു പേടിയാണ്. പകൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും. എന്തായാലും പടച്ചോൻ കാക്കട്ടെ. അപ്പോൾ രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടി വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും. എന്നിട്ട് അതിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഇലയിൽ പരത്തിക്കൊണ്ടാണ് കേട്ടോ ചൂടുന്നത്. അട എന്നൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മളമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നീനല്ലോ ഇങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിന് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന അന്നൊക്കെ ഇങ്ങനെ അധികവും ഇങ്ങനെ തപ്പം ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമായിന് തിന്നാനൊക്കെ. ഇനിയിപ്പോൾ ചോറിന് പകരം ഉച്ചക്കായാലും ഇതൊക്കെ തന്നെയാണ് തിന്നീനത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് മാവിന് കുറച്ചൊരു മയം കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി പറമ്പ് പോയി കണ്ട് ഇല പറിച്ചുകൊണ്ടുവരാം, വാഴൻ്റെ ഇല. പിന്നെ കുറേ കൂട്ടുകാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടേനി കേട്ടോ. നിങ്ങളെ വീട് എവിടെയാണ്, നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട്. അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ മുണ്ടേരി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ ഫിയക്ക് സ്കൂൾ ബാഗും അതേപോലെ കൊട, നോട്ട്ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോത്തെല്ലൊറ്റൊന്ന് പോകണം. അപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കണത്. കുറേ അയക്കണ് ബാഗ് വാങ്ങിത്തരുമോ ചോദിച്ചു തുടങ്ങിയിട്ട്. അപ്പം കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ പറഞ്ഞിനി ബാഗ് വാങ്ങിത്തരണമെന്ന്. പക്ഷേ കുട്ടികളിങ്ങനെ പുതിയ ബാഗ് കൊണ്ടുവരുമ്പോഴേ അപ്പോൾ ഇവൽക്കും ഒരു പൂതിയാണല്ലോ പുതിയ ബാഗും കൊണ്ട് സ്കൂൾക്കൊക്കെ പോകണം എന്നുള്ളത്. ബാഗിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഏതായാലും പറഞ്ഞതല്ലേ, ഇക്കൊല്ലം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരില്ല വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതാ എലിയിൽ നല്ലോണം വെളിച്ചെണ്ണ ആക്കിങ്ങാണ്ട് പരത്തി കൊടുക്കുന്നുണ്ട്. എലിയിൽ വെളിച്ചെണ്ണ ആക്കിയിട്ടില്ലെങ്കിലേ നമ്മൾ ചട്ടിയിൽ ഇടുമ്പം ഇലമ്മ ഒട്ടിപ്പിടിച്ചും കൊണ്ടേക്കാരം. പിന്നെ ഈ അപ്പത്തിന് നല്ലോണം വെളിച്ചെണ്ണ ആക്കിങ്ങാണ്ട് ചുട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ചൂട് കൊടുക്കനെ കഴിക്കുമ്പം കറിൻ്റെ ആവശ്യമില്ല. പിന്നെ മക്കൾക്ക് ഇവിടെ കറി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി കറിയൊക്കെ ഉണ്ടാക്കീനി. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കണ ഈ അപ്പം, അതേപോലെ അരി അരക്കണ അപ്പം, ഓട്ടട, പുട്ട്, അങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് കുറച്ച് പണികൾ എളുപ്പമാവും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യുക, അതേപോലെ പാത്രം കഴുകുക, പിന്നെ കറിക്കുള്ളത് ഉപ്പേരിക്കുള്ളത് ഒക്കെ അരിഞ്ഞ് വെക്കട്ടോ. അപ്പം നമുക്ക് കുറേ സമയം കിട്ടും. പിന്നെ പത്തിരി, ചപ്പാത്തി ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിയാതെ, അത് ചുടലും പരത്തലും ഒന്നും കഴിയാതെ നമുക്ക് മറ്റുള്ള പണിക്ക് തിരിയാൻ പറ്റില്ല. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസമാണത്. പിന്നെ അതാ ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കിയിന് കേട്ടോ. പിന്നെ അതാ ഉപ്പേരിക്കുള്ള ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിക്ക് വെള്ളരി നുറുക്കി. അപ്പോൾ അതൊക്കെ അപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നുറുക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് പുഴമീനുണ്ടേനി, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ നല്ലോണം കട്ട പിടിച്ചിരിക്കണ്. ഇപ്പം ഞാൻ മീൻ കിട്ടുകയാണെങ്കിൽ, ഇതേപോലെ പുഴമീനൊക്കെ കിട്ടുകയാണെങ്കിൽ മീനിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഫ്രീസറിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് നല്ല പുതിയ ഫ്രഷ് മീനായിട്ട് തോന്നും. അതേപോലത്തെ അതേ ടേസ്റ്റും ഒക്കെ കിട്ടും നമ്മൾ വെക്കുമ്പോൾ. പുഴമീനല്ല, ഏത് മീനായാലും ഇതേപോലെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരു കേടുണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് മീൻ ആയി തന്നെ നിൽക്കും. അപ്പം ഞാൻ എണീറ്റ പാടന്നെ അത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-4 മണിക്കൂർ പിടിക്കും അതൊന്ന് വെള്ളമായി കിട്ടാൻ. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം രാത്രി തന്നെ
നമ്മളത് ഫ്രീസറിൽ നിർത്തിക്കാണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തട്ടിലായിട്ട് വെക്കണം. എന്നാലും കുറേയൊക്കെ ഐസ് പോയി കിട്ടും. ഞാനത് മറന്നു പോയതാണ് ചെയ്യാൻ. അപ്പോൾ അതാ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം മീനിൻ്റെ ആ ഐസൊന്ന് വിടുമ്പോഴത്തിന് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പണികളും കൂടിയുണ്ട്. അടിച്ചു വരലും തുടക്കലൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ, എന്നിട്ട് വേണം മീനൊന്ന് നന്നാക്കാൻ. അപ്പം ഞാൻ മീൻ അതിൻ്റെ വെള്ളം ഒന്ന് ചോരാനും വേണ്ടിയിട്ട് ഓട്ടക്കൊട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഐസ് പോയിട്ടില്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കത്തിയേറ്റൊക്കെ ഒന്ന് മേടിക്കൊടുത്തു. അപ്പോൾ കുറേയൊക്കെ കട്ട അലിഞ്ഞ് പോയിട്ടോ. പിന്നെ വെണ്ണൂറിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ മീൻ നന്നാക്കണത്. ഈ പുഴമീനെ വെണ്ണൂറിലിട്ട് നന്നാക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധാ മീൻ നന്നാക്കണ പോലെ വെള്ളത്തിലിട്ട് നന്നാക്കാൻ കഴിയൂല. അതിങ്ങനെ ഒരു വഴുവഴുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി പോകും ഇത് നന്നാക്കുമ്പം. വെണ്ണൂറിലിട്ടാകുമ്പോൾ നമുക്ക് കയ്യിനൊരു പിടുത്തം കിട്ടും. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ പുഴമീൻ. പക്ഷേ ഇത് നന്നാക്കണ കാര്യം ആലോചിക്കുമ്പം ഭയങ്കര മടിയാണ്. പിന്നെ ഇതിൻ്റെ വെണ്ണൂറ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുമ്മലിട്ട് കണ്ട് നല്ലോണം നിറച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതും കൂട്ടി നല്ലോണം കുഴച്ചുങ്ങാണ്ട് നല്ലോണം ഒന്ന് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ കുറേയൊക്കെ അതിൻ്റെ ചെതുമ്പലും അതിൻ്റെ ഒരു വഴുവഴുപ്പില്ല അതൊക്കെ ഉണ്ട് പോയി കിട്ടി നല്ല ഫ്രഷ് ആവും കേട്ടോ. അപ്പോൾ ഇതാ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴുകണ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാം പാടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് എടുത്ത് പൊരിക്കാനും വേണ്ടി മസാല അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറുന്നനൊരു കറി ഉണ്ടാക്കാം. ഒരു മുളകും കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് 2 സ്പൂണ് മുളകും പൊടി ഇടുക, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽക്ക് ഈ കറിക്ക് തക്കാളി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. തക്കാളിയും സവോളയൊക്കെ ഇട്ട് വഴറ്റിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ. പക്ഷേ ഞാൻ അധികവും ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇങ്ങനെ ഉണ്ടാക്കിയാലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പച്ചമുളക് അതൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേവാനുള്ള വെള്ളം. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് ഗ്യാസുമ്മേൽ വെച്ച് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ അടിപൊളി മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കുക, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം ഒന്ന് പറയുകൊണ്ടി. അപ്പോൾ അതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക മോര് കറിയാണ് ഉണ്ടാക്കിയത്. ഇനി മീൻ പൊരിക്കാനും ഉണ്ട്. പുഴമീൻ മസാല കൂട്ടി വെച്ചത്. അപ്പം എല്ലാം അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കിയത്. അടുപ്പിൽ തീ ഉണ്ടല്ലോ, പിന്നെ വെറുതെ ഇനി ഗ്യാസ് കഴിച്ചണ്ട വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ അടുപ്പത്ത് തീ ഉണ്ടാകുമ്പോഴേ ഗ്യാസുമ്മ വെറുതെ ഉണ്ടാക്കി ഇതാക്കണ്ടല്ലോ. അപ്പം ഗ്യാസും കുറേ ലാഭിക്കാം. ഇനിയിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോൾ തിരുമ്പാനും കുളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കുളിയും നിസ്കാരവും ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് പോത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് നടക്കൂല, കാരണം മഴൻ്റെ ചെറിയൊരു വരവുണ്ട്. അപ്പോൾ 2:30 ആയപ്പോത്തിന് തന്നെ ഞങ്ങൾ പോയിട്ടോ. സ്കൂട്ടിമേലാണ് പോണത്. കോട്ടുണ്ട്, എന്നാലും ബുക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നനയും വിചാരിച്ച് മഴ വരുന്നതിൻ്റെ മുന്നേ തന്നെ നേരത്തെ തന്നെ പോയി. ചെറിയൊരു ചാറ്റലുണ്ട്. പിന്നെ യൂണിഫോമിനുള്ള തുണിയും കോട്ടിനുള്ളതും ഒക്കെ വാങ്ങണം. അപ്പം യൂണിഫോം ഇപ്പം തൽക്കാലം ഒരു കൂട്ടം എടുക്കണുള്ളൂ. കഴിഞ്ഞ വർഷത്തതുണ്ട് ഒരു കൂട്ടം നല്ലത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
അല്ല കട ചോദിച്ചു ഏ